ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 49. സ്കന്ദ സ്കന്ദധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവ പുരന്ദര. ഹരി ഓം. ഹരി ഓം. 327 നാമം സ്കന്ദ. സ്കന്ദതി എന്നാൽ അമൃതസ്വരൂപനായിട്ട് ഗമിക്കുന്നു. അതായത് ഭഗവാനെ മനസ്സിൽ അത്രയും ചിന്തിക്കുന്നവർക്ക്, ഭഗവാനോട് അടുക്കുന്നവർക്ക് മനസ്സിലെപ്പോഴും ഒരു നിറവായിരിക്കും. ആ നിറവ് എന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. അത് അമൃതം പോലെ എന്നും ഒരു നവോന്മേഷത്തെ തരുന്നു എന്നാണ്. അങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് അമൃതരൂപത്തിൽ ഒഴുകുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ സ്കന്ദ. 328 നാമം സ്കന്ദധര. സ്കന്ദമാർഗം എന്നാൽ ധർമ്മമാർഗം. ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ. എപ്പോഴൊക്കെ ധർമ്മമാർഗം ശിഥിലമാകുന്നുവോ അപ്പോഴൊക്കെ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ അവതാരമെടുക്കുന്നു. ആ അർത്ഥത്തിലാണ് സ്കന്ദധര. 329 നാമം ധുര്യ. ധുരം എന്നാൽ ഭാരം. സമസ്ത ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി മുതൽക്കുള്ള സർവഭാരങ്ങളും വഹിക്കുന്നവനാണ് ഭഗവാൻ. അതിനാൽ ധുര്യ. എന്നാൽ അഭിമാനബോധത്തിൽ, അഹങ്കാരബോധത്തിൽ ആയിരിക്കുന്ന മനുഷ്യരുടെ വിചാരം എന്താണ്? എൻ്റെ ഭാരം ഞാൻ തന്നെ വഹിക്കണമെന്നാണ്. നമ്മളായിട്ട് നമ്മുടെ ഭാരത്തെ ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ സ്വതന്ത്രരായി. അതേസമയം എൻ്റെ ഭാരം ഞാൻ തന്നെ വഹിക്കണം, അങ്ങനെ ഞാൻ വഹിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ എന്നും ആ ഭാരം വഹിച്ച് നമുക്ക് ക്ഷീണം വർദ്ധിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഭാരം വഹിക്കുന്നത് ഭഗവാനാണ്. അതാണ് ധുര്യ. 330 നാമം വരദ. വരത്തെ ദാനം ചെയ്യുന്നവൻ. തൻ്റെ ഭക്തന്മാരുടെ സന്തോഷമാണ് ഭഗവാന്റെ സന്തോഷം. അപ്പോൾ ഭക്തന്മാരായി കഴിഞ്ഞാൽ, ശരിയായ ഭക്തന്മാരായി കഴിഞ്ഞാൽ ആരും വരം ചോദിക്കില്ല. എങ്ങനെയെങ്കിലും ആ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ലയിക്കണമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് നിൽക്കുക. മുക്തി, മോക്ഷം, മോക്ഷേച്ഛുകൾ. പക്ഷേ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് വരം കൊടുക്കുന്നതാണ്. പ്രഹ്ലാദനൊക്കെ അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് യഥേഷ്ടം വരം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വരദ. 331 നാമം വായുവാഹന. ഇവിടെ 7 മരുത്തുക്കളുണ്ട് എന്നാണ് പറയുന്നത്. അവ ഏതൊക്കെയാണ്? ആവഹൻ, പ്രവഹൻ, അനുവഹൻ, സംവഹൻ, വിവഹൻ, പരാവഹൻ, പരിവഹൻ. ഇങ്ങനെ 7 വായുക്കൾ, സപ്തമരുത്തുക്കളുണ്ട്. ഇവയെ ചലിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ വായുവാഹന. 332 നാമം വാസുദേവ. നാരായണൻ എന്ന പേര് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ളൊരു നാമമാണ് വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് പൊതുവേ നമ്മൾ വാസുദേവന്റെ മകനാണ്, വസുദേവന്റെ മകനാണ് വാസുദേവൻ എന്ന്, അങ്ങനെയാണ് വാസുദേവൻ എന്നുള്ള പേര് കിട്ടിയെന്നൊക്കെയാണ് പറയുക. എന്നാൽ ഇതിന് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. വസു എന്നതുകൊണ്ട് ഭഗവാൻ എല്ലാവരിലും വസിക്കുന്നു എന്ന് അർത്ഥം. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കളിലും വസിക്കുന്നവനും, ഒപ്പം ദിവ്യതി. ദിവ്യതി എന്നാൽ ദിവ് എന്നതിന് പ്രകാശിക്കുക. അങ്ങനെ എല്ലാവരിലും പ്രകാശിക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഭഗവാൻ. അതിനാലാണ് ഭഗവാൻ വാസുദേവനാകുന്നത്. ഒപ്പം എല്ലാം ഭഗവാനിൽ വസിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ തന്നെയാണ് സർവ്വ ജീവജാലങ്ങളെയും ചൈതന്യവത്താക്കുന്നത്. ഇനി എല്ലാ ജീവജാലങ്ങളിലും സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. അതിനാലും ഭഗവാൻ വാസുദേവനാണ്. എല്ലാറ്റിനെയും തന്നിൽ അടുപ്പിക്കുന്നവൻ, എല്ലാത്തിനും അധിഷ്ഠാനം ഭഗവാനാണ്. അതാണ് ഭഗവാൻ വാസുദേവ.
333 നാമം ബൃഹത് ഭാനുഹു. ബൃഹത്ത് വലിയ, മഹത്തായ ഭാനുക്കൾ. ഭാനുക്കൾ എന്നാൽ രശ്മികളുള്ളവൻ എന്നാണ്, പ്രകാശ സ്വരൂപമുള്ളവൻ. ഇവിടെ ചന്ദ്ര സൂര്യന്മാർക്കും പ്രകാശം നൽകുന്നതാരാണ്? ഈ വലിയ രശ്മികളെ കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്നതിനാൽ ഭഗവാൻ ബൃഹത് ഭാനുഹു. 334 നാമം ആദിദേവ. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ട് ആദ്യമുണ്ടായ പ്രകാശസ്വരൂപൻ, ദേവൻ എന്നതിന് പ്രകാശസ്വരൂപൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യമുണ്ടായ പ്രകാശസ്വരൂപൻ എന്ന അർത്ഥത്തിൽ ആദിദേവ. 335 നാമം പുരന്ദര. സുരന്മാരുടെ ശത്രുക്കളായ അസുരന്മാരുടെ പുരങ്ങളെ ധരണം ചെയ്തവൻ, നശിപ്പിച്ചവൻ. എപ്പോഴും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവന്മാർ ഭഗവാനെയാണ് ആശ്രയിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ദേവന്മാരുടെ സഹായത്തിനായിട്ട് ഭഗവാൻ എത്തുന്നത്. ഭഗവാൻ ദേവേശനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെയും ആ ദേവന്മാരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന അസുരന്മാരുടെ പുരങ്ങളെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാലാണ് പുരന്ദരഃ. ഹരിയും.